കട്ടപ്പന നഗരത്തിലൂടെയുള്ള പ്രധാന റോഡുകളിൽ സീബ്ര ക്രോസ് ലൈനുകൾ വരച്ചു. കാലപ്പഴക്കത്താൽ ഇവ മാഞ്ഞുപോയതോടെ നിരവധി കാൽനട യാത്രക്കാരാണ് ബുദ്ധിമുട്ടിയിരുന്നത്. വാർഷിക മെയിന്റനൻസിനെ പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് സീബ്ര ലൈനുകളും സുരക്ഷാ ലൈനുകളും വരച്ചത്. വാഹനത്തിരക്കേറിയ കട്ടപ്പന നഗരത്തിലെ പ്രധാന റോഡുകളിലെ സീബ്ര ലൈനുകൾ മാഞ്ഞിട്ട് നാളുകൾ പിന്നിട്ടിരുന്നു. പ്രധാന ജംഗ്ഷനുകളായ സെൻട്രൽ ജംഗ്ഷൻ, ഇടുക്കിക്കവല, ഇടശ്ശേരി ജംഗ്ഷൻ, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം സീബ്ര ക്രോസ് ലൈനുകൾ പൂർണ്ണമായും മാഞ്ഞിരുന്നു. ഇത് സ്കൂൾ കുട്ടികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. പല ജംഗ്ഷനുകളിലും ഹോം ഗാർഡുകൾ കാൽനട യാത്രക്കാർക്ക് റോഡുകൾ മുറിച്ചു കിടക്കുന്നതിന് സഹായമാകുന്നുണ്ടെങ്കിലും ഹോം ഗാർഡുകളുടെ സേവനം ഇല്ലാത്ത സമയങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. തിരക്കുള്ള റോഡുകളിൽ മണിക്കൂറോളം നിന്നെങ്കിൽ മാത്രമേ റോഡ് മുറിച്ചു കിടക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത് മാധ്യമങ്ങളിൽ വാർത്തയാകുകയും ചെയ്തു. തുടർന്നാണ് നഗരസഭാ അധികാരികൾ പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയത്. കട്ടപ്പന നഗരസഭയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടപ്പോൾ തന്നെ സെക്രട്ടറിയെ കൊണ്ട് PWDക്ക് കത്ത് കൊടുക്കുകയും PWDയുടെ വാർഷിക മെയിൻ്റനൻസിൽ പെടുത്തി അവർ ഉടൻ തന്നെ കട്ടപ്പന ടൗണിലെ മുഴുവൻ ട്രാഫിക് സിഗ്നലുകളും വരച്ച് വൃത്തിയാക്കുകയും ചെയ്യുകയുണ്ടായി. ഇത് സ്കൂളുകൾക്കും അതുപോലെ തന്നെ കട്ടപ്പന ടൗണിന്റെ പല ഭാഗത്തുമുള്ള സീബ്ര ലൈനുകൾ എല്ലാം പുനഃക്രമീകരിച്ചതോടുകൂടി ആളുകൾക്ക് വലിയ ഉപകാരപ്രദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വാർഷിക അറ്റകുറ്റപ്പണിയിൽപ്പെടുത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് നഗരത്തിലെ പൊതുവഴികളിൽ മാഞ്ഞുപോയ സീബ്ര ലൈനുകളും പാതയുടെ ഇരുവശങ്ങളിലുമുള്ള ലൈനുകളും വരച്ചത്. ഇതോടെ കാൽനട യാത്രക്കാർക്ക് ഇനി സുരക്ഷിതമായി റോഡ് മുറിച്ചു കിടക്കാനാകും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.